നമസ്കാരം. നാടെങ്ങും തിരഞ്ഞെടുപ്പാണ് ചർച്ച. മാതൃഭൂമി ന്യൂസും ഒപ്പമുണ്ട്. മാതൃഭൂമി ന്യൂസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രത്യേക ചർച്ചയായ നമ്മുടെ ചിഹ്നത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചിഹ്നം ഇന്ന് വേങ്ങര നിയമസഭാ മണ്ഡലത്തിലാണ്. വേങ്ങര UDFിൻ്റെ ഉറച്ച കോട്ടയാണ്, സംശയമില്ല. എന്നാൽ ഇടതുപക്ഷം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നല്ല പോരാട്ട വീര്യം കാണിച്ചിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിലും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ LDFന് സാധിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം കണ്ടിട്ട് തിരിച്ചു വരാം. ജില്ലയിലെ ഏറ്റവും പുതിയ മണ്ഡലങ്ങളിലൊന്നാണ് വേങ്ങര. 2008 മണ്ഡല പുനർനിർണയത്തിൽ വേങ്ങര ജനിച്ചു. കുറ്റിപ്പുറത്ത് KT ജലീലിനോട് തോറ്റ PK കുഞ്ഞാലിക്കുട്ടി പുനർജനിച്ചതും വേങ്ങരയിലൂടെയാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പ്രവർത്തകർ കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചുവരവ് രാജകീയമാക്കി. 38,237 വോട്ടിനായിരുന്നു വിജയം. അന്നത്തെ വോട്ടിംഗ് നില ഇങ്ങനെയാണ്. %63 വോട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയപ്പോൾ 25% പേർ മാത്രമാണ് LDFനെ തുണച്ചത്. മറ്റുള്ളവർക്കെല്ലാം കൂടി കിട്ടിയത് 12% വോട്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അഹമ്മദിന് 42,632 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് വേങ്ങര മണ്ഡലം നൽകിയത്. വോട്ടിംഗ് നില ഇങ്ങനെ. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മറ്റ് പല മണ്ഡലങ്ങളിലും UDFന് വോട്ട് കുറഞ്ഞപ്പോൾ വേങ്ങരയിൽ കാര്യമായി പരിക്കേറ്റില്ല. 38,057 വോട്ടിന്റെ ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടി നേടി. LDF ചരിത്രത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. വോട്ടിംഗ് നില ഇങ്ങനെയാണ്. ിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും മേൽക്കൈ UDFനാണ്. ഒതുക്കുങ്ങൽ, ഊരകം, കണ്ണമംഗലം, വേങ്ങര, AR നഗർ എന്നീ മണ്ഡലങ്ങൾ ലീഗ് നേടി. എന്നാൽ ജനകീയ മുന്നണി രൂപീകരിച്ച് പറപ്പൂർ പഞ്ചായത്ത് ഇടതുപക്ഷം പിടിച്ചു. കണ്ണമംഗലം, വേങ്ങര പഞ്ചായത്തുകളിൽ കോൺഗ്രസ് ലീഗ് തർക്കം ഇതുവരെ പരിഹരിക്കാനായിട്ടില്ല. ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് BJPയെ പ്രതിനിധീകരിച്ച് നാരായണൻ മാസ്റ്ററാണ്. അദ്ദേഹം BJPയുടെ മേഖലാ ജനറൽ സെക്രട്ടറിയാണ്. UDFനെ പ്രതിനിധീകരിച്ച് സലീം കുരുവമ്പലമാണ്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ്. LDFനെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് PP ബഷീറാണ്. അദ്ദേഹം CPM ഏരിയ കമ്മിറ്റി അംഗവും കഴിഞ്ഞ തവണ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വേങ്ങരയിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയുമാണ്. താങ്കൾക്ക് PK കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടണമെന്ന് 2.5 മിനിറ്റിൽ പറയാം. ഈ തിരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തോടു കൂടിയാണ് ജനാധിപത്യ മുന്നണി കാണുന്നത്. 2 ഗവൺമെൻറ്റുകൾക്കെതിരെ പ്രതിഷേധിക്കാൻ ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരമായി ഇത് ഉപയോഗപ്പെടുത്തണം എന്നാണ് ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട നമ്മുടെ ജനനേതാവായിരുന്ന അഹമ്മദ് സാഹിബിൻ്റെ വിയോഗം പോലും ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് ആ മരണം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, ആ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിച്ച് ഫാസിസം മരണക്കിടക്കയിൽ പോലും എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ മൃതശരീരത്തോട് പോലും കാണിച്ച അനാദരവിന് പ്രതിഷേധിക്കാൻ കിട്ടുന്ന അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്തണം എന്ന് ഞങ്ങൾ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന്, കേരളത്തിൽ എല്ലാം ശരിയാക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരമേറ്റെടുത്തത്. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരമേറ്റെടുത്തവർ 10 മാസം ഭരണം പിന്നിട്ടപ്പോൾ എല്ലാം ശരിയാക്കാൻ മുന്നോട്ട് വന്നില്ലെന്ന് മാത്രമല്ല, ഈ ഗവൺമെൻറ് തികഞ്ഞ പരാജയമാണെന്ന് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി പോലും യോഗം ചേർന്ന് ലോകരോട് വിളിച്ചു പറയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുമ്പോൾ തന്നെ ഏത് നിലയിലാണ് വിലയിരുത്തേണ്ടത് എന്ന് ജനങ്ങൾ നോക്കിക്കാണുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്തുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. പൊതുവിതരണ സമ്പ്രദായം പാടെ തകിടം മറിഞ്ഞു. എന്തിനധികം നമ്മുടെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് പോലും അതിനുപോലും വളരെ ലാഘവത്തോടുകൂടെ കാണുന്ന ഒരു ഗവൺമെൻറ് ആ പരീക്ഷ കേരളത്തിൻ്റെ ചരിത്രത്തിൽ 10ാം ക്ലാസ്സിലെ പരീക്ഷ 2ാമത് നടത്തിയ ഒരു അനുഭവം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ എല്ലാ രംഗത്തും ഈ ഗവൺമെൻറ് പരാജയമാണെന്ന് CPM തന്നെ സമ്മതിച്ച ഒരു സാഹചര്യത്തിൽ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വൻഭൂരിപക്ഷത്തോടുകൂടെ ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
LDFനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലേക്ക് ഫൈസൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്തുകൊണ്ടാണ്? ഫൈസൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇന്ന് ഇന്ത്യ രാജ്യം മുഴുവൻ ഇന്ന് നമ്മുടെ രാജ്യത്തെ വിഴുങ്ങാൻ വരുന്ന വർഗീയ ഫാസിസ ദുർഭൂതത്തെ പിടിച്ചു കെട്ടാനുള്ള ഒരു ശക്തി എവിടെ നിന്നാണ് വരിക എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അപകടമാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ നിലനിൽപ്പ് അപകടമാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന അംഗീകരിക്കാത്ത, ത്രിവർണ്ണ പതാക അംഗീകരിക്കാത്ത, ദേശീയ ഗാനം അംഗീകരിക്കാത്ത, ജനാധിപത്യ ഭരണ സംവിധാനം അംഗീകരിക്കാത്ത ഒരു പാർട്ടിയാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടമുള്ള ഭക്ഷണം മനുഷ്യന് കഴിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, മൃഗശാലയിലെ മൃഗങ്ങൾക്ക് പോലും ഇഷ്ടമില്ലാത്ത ഭക്ഷണം നിഷേധിക്കുന്ന ഒരു ഭരണകൂടമാണ്. എവിടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക്? എവിടെയാണ് ജനങ്ങളുടെ പ്രതീക്ഷ? ഈ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്ന നേതാവിനെ അന്വേഷിക്കുകയാണ് ഇന്ത്യൻ ജനത. ഒരു കാര്യം നമ്മൾ കാണുന്നില്ലേ? കേരളത്തിൻ്റെ ശക്തനായ ഒരു മുഖ്യമന്ത്രിയെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾ ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നു. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളിയായി അംഗീകരിക്കുന്നു. ഞങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം ഏറ്റവും വലിയത് വർഗീയ ഫാസിസമാണ്. അതിനെതിരെയുള്ളൊരു വിധിയെഴുത്താണ്. ഇന്ത്യ രാജ്യത്തിനുള്ളൊരു സന്ദേശമാണ്. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യമുണ്ടല്ലോ. കോൺഗ്രസും അഹമ്മദ് സാഹിബും, മർഹൂം അഹമ്മദ് സാഹിബും KV തോമസും മന്ത്രിയായിരുന്ന മന്ത്രിസഭയല്ലേ ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നത്? ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ദുരിതങ്ങൾക്കും ഈ നയത്തിൽ നിന്നാണ്. അത് അഭംഗുരം തുടരുന്ന ഒരു ഗവൺമെൻറ്റാണ് അധികാരത്തിലിരിക്കുന്നത്. അതിനെതിരെയുള്ള പോരാട്ടമാണ്. ഈ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ LDF ഗവൺമെൻറ് ഇവിടെ പരാമർശിച്ചല്ലോ എൻ്റെ സുഹൃത്ത്. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയാണല്ലോ പറഞ്ഞത്, 10 മാസത്തെ ഞങ്ങളുടെ ഭരണം ഈ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. 10ാം ക്ലാസ്സിലെ ഒരു മാത്സ് പരീക്ഷൻ്റെ ചോദ്യപേപ്പർ ഔട്ടായതിനെക്കുറിച്ചാണ് ഇവിടെ വലിയ ആക്ഷേപമുള്ളത്. ഈ ഉച്ചക്കഞ്ഞി വെക്കാൻ വരുന്ന സ്ത്രീകൾക്ക് പോലും പരീക്ഷ ജയിച്ച് മാർക്ക് ലിസ്റ്റ് കൊടുത്ത ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളാണ് പറയുന്നത്. ഗവൺമെൻറ് ആ തെറ്റ് മനസ്സിലാക്കി നടപടിയെടുത്ത് മുന്നോട്ട് പോവുക. ഗവൺമെൻറ് വിമർശനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഗവൺമെൻറ്റല്ല. ആക്ഷേപങ്ങൾ വരുമ്പോൾ തെളിവ് ചോദിക്കുന്ന ഗവൺമെൻറ്റല്ല. കോടതി പറയട്ടെ എന്ന് പറയുന്ന ഗവൺമെൻറ്റല്ല. 2 മന്ത്രിമാരങ്ങോട്ട് രാജിവെച്ചത് രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചിട്ടാണ്. ഇരുപക്ഷവും നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ ശക്തമായി വിമർശിക്കുന്നുണ്ട്. എന്താണ് താങ്കളുടെ പക്ഷം? 2 മുന്നണിയും കൂടി ചേർന്ന് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് കളിച്ച അതേ കളി തന്നെയാണ് ഈ ചർച്ചയിലും മുന്നോട്ട് വയ്ക്കുന്നത്. 2 മുന്നണിക്കും പറയാനുള്ളത് ദേശീയ ഗവൺമെൻറ്റിനെ കുറിച്ചാണ്. BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഈ രാജ്യത്തൊരു ഭരണമാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതിവർക്കൊന്നും സഹിക്കില്ല. ഭരണത്തിലും വികസനത്തിലും കൊടിയ അഴിമതിയായിരുന്നു കഴിഞ്ഞ പതിറ്റാണ്ടുകളായി. രാജ്യത്തിന് അപമാനകരമായൊരവസ്ഥയായിരുന്നു ലോകത്തിലുണ്ടായിരുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി ശ്രീ അഡ്വക്കേറ്റ് N. ശ്രീപ്രകാശ് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ദുരിതങ്ങൾ മാറ്റാനാണ്. കുടിവെള്ളമില്ലാത്ത, ശ്മശാനമില്ലാത്ത, പാർപ്പിടമില്ലാത്ത 33ഓളം വരുന്ന കോളനികൾ അധിവസിക്കുന്ന ഈ അസംബ്ലി മണ്ഡലത്തിലെ ഈ ദുരിതങ്ങൾ ഇല്ലാതാക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ സ്ഥാനാർത്ഥി ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ശ്രീ സലീം കുരുവമ്പലം, 1,94,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ അഹമ്മദിനുണ്ടായത്. അതിൽ ഒരു വോട്ട് കുറഞ്ഞാൽ അത് ഭരണത്തിൻ്റെ വിലയിരുത്തലായി കുറഞ്ഞ വോട്ടായി നിങ്ങൾക്ക് തോന്നുമോ? അന്നത്തെ രാഷ്ട്രീയമായ സാഹചര്യവും ഇന്നത്തെ രാഷ്ട്രീയമായ സാഹചര്യങ്ങളും എല്ലാം വിലയിരുത്തേണ്ടതായിട്ട് വരും. അത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ജനാധിപത്യ മുന്നണി ചെയ്യുന്നത്. അതിൽ ഒരു വോട്ടെങ്കിലും വർദ്ധിപ്പിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെയാണ് ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ മുന്നോട്ട് പോകുന്നത്. ഭൂരിപക്ഷം കൂടിക്കഴിഞ്ഞാൽ അത് ഭരണത്തിൻ്റെ വിലയിരുത്തലാണ്. അങ്ങനെയെങ്കിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം മോശമാണ് എന്നുള്ള അഭിപ്രായം വരില്ലേ? അല്ല, അത് വളരെ വ്യക്തമായിട്ട് സംസ്ഥാന സെക്രട്ടറി ആധികാരികമായിട്ടല്ലേ പറഞ്ഞത്. മുസ്ലിം ലീഗിൻ്റെ അവകാശവാദം അവർക്ക് എന്നും ഉന്നയിക്കല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പം ഭൂരിപക്ഷം 50,000 കടക്കാൻ വേണ്ടി മത്സരിച്ച ആൾക്കാരല്ലേ. അതിന് തൊട്ട് മുമ്പത്തെ ഇലക്ഷനിൽ കിട്ടിയതിനേക്കാളും 180 വോട്ട് കുറയല്ലേ ചെയ്ത്. 25,000 വോട്ട് മണ്ഡലത്തിൽ വർദ്ധിച്ചിരുന്നു. അതുകൂടെ കണ്ടില്ലല്ലോ. സംസ്ഥാന ഭരണം ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ ചർച്ച ചെയ്യും. ഉമ്മൻചാണ്ടി ഭരണവുമായിട്ട് ഈ ഭരണത്തെ ഞങ്ങൾ കമ്പയർ ചെയ്യും. ജനങ്ങളെ നല്ല രൂപത്തിൽ അതിനെ വിലയിരുത്തും. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ BJPയുടെ പ്രസംഗം കേട്ട മൂപ്പര് ശൂന്യാകാശത്ത് നിന്ന് വന്ന പോലെയാണ് തോന്നുന്നത്. സുഹൃത്തെ, നമ്മളെ രാജ്യത്ത് പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛാദിനായക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഗ്യാസിൻ്റെ വില എന്താ സ്ഥിതി? വിദേശത്ത് നിക്ഷേപിച്ചിട്ടുള്ള കുത്തക പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അത് ബാങ്കിലേക്ക് നിക്ഷേപിക്കുമെന്ന് പറഞ്ഞ ആളുകൾ
എന്താ ഒന്നും പ്രതികരിക്കാത്തത്? അതുപോലെ തന്നെ ലീഗിൻ്റെ നേതാവിനോട് ചോദിക്കാനുള്ളത്, എന്താ പ്രവാസി ക്ഷേമ വകുപ്പ് നരേന്ദ്രമോദി ഒഴിവാക്കിയപ്പോൾ ലീഗ് ഒരക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ? ഇവിടുന്ന് ജയിച്ചു പോയ ലീഗ് ഈ രാജ്യസഭയ്ക്കകത്ത് പോയിട്ട് എന്ത് സംസാരിക്കാന്നാണെന്നുള്ളത് മറുപടി പറഞ്ഞ തിരക്കില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് BJP നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ നോട്ട് നിരോധനമായി ഇന്ത്യ രാജ്യത്തേക്ക് വന്നിരുന്നത്? 12 ഈ നോട്ട് നിരോധിച്ച ശേഷം എന്ത് തീവ്രവാദ പ്രവർത്തനമാണ് തടയാൻ കഴിഞ്ഞത്? ശൂന്യാകാശത്തു നിന്നല്ല, ഈ രാജ്യത്ത് പെറ്റ് വളർന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് തന്നെയാണ് സുഹൃത്തെ വളർന്നിട്ടുള്ളത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ആദ്യത്തെ ക്യാബിനറ്റിലെടുത്ത തീരുമാനം SIT, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ആദ്യമായി ക്യാബിനറ്റ് എടുത്ത തീരുമാനം സുപ്രീം കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തോടു കൂടി വിവിധ വകുപ്പിനെ ഏകോപിച്ചുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ആദ്യ ക്യാബിനറ്റ് തീരുമാനം അഴിമതിക്കെതിരെ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ യഥാർത്ഥ വിഷയങ്ങൾ മറച്ചു വയ്ക്കുന്നതിനാണ്. ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോഴും അതിനുശേഷവുമുള്ളത് നിങ്ങളൊന്ന് താരതമ്യം ചെയ്യണം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിലവർദ്ധവിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാമല്ലോ, BPL കാർഡുടമകളായ പാവപ്പെട്ട BPL കാർഡുടമകൾക്ക് സൗജന്യ നിരക്കിൽ ഗ്യാസ് കണക്ഷനും പദ്ധതികളും നടപ്പാക്കുന്നത് ഈ പണം ഉപയോഗിച്ചുകൊണ്ടല്ലേ? അതിനെയാണ് ചോദിച്ചതിൻ്റെ ഉത്തരം. ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വിലവർദ്ധനവ് പിടിച്ചു നിർത്താൻ എന്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന് സാധിക്കുന്നില്ല എന്നതാണ് രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ദേശീയ ജനാധിപത്യ സഖ്യം തീരുമാനിച്ചത്. അടുത്ത ചോദ്യം. ഈ മോഡി സർക്കാർ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില വർദ്ധിച്ചപ്പോൾ അതിനനുസരിച്ച് പാവങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഒരു കൊല്ലമായിട്ടില്ല ഭരണം. ഇവിടെ അരിയുടെ വില 50 രൂപ വരെ ആകുന്നു, പച്ചക്കറിയുടെ വില കൂട്ടുന്നു, പാലിൻ്റെ വില കൂട്ടുന്നു, അതുപോലെ തന്നെ കറണ്ടിൻ്റെ ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിന് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ നേതാവ് മറുപടി പറഞ്ഞാൽ നന്നായിരിക്കും. BJPക്ക് ഒരു MLA ഉണ്ടല്ലോ, ആ MLA അടക്കമുള്ള സർവകക്ഷി അടിയന്തര സ്പെഷ്യൽ നിയമസഭാ സമ്മേളനം ചേർന്ന് പ്രധാനമന്ത്രിനെ കാണാനുണ്ട് നിവേദനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതല്ലേ? കേന്ദ്രത്തിൻ്റെ നയത്തിൻ്റെ തകരാറ് കൊണ്ടാണ്, ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ അപാകത കൊണ്ടാണ് അരി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് കാണാനുള്ള അനുമതി പോലും നിഷേധിച്ചു? അത് കഴിഞ്ഞ ആ BJP ഗവൺമെൻറ് ഈ കേരളത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം വരുന്നുണ്ട്, അതിന് മലയാളിക്ക് മണ്ണെണ്ണ വേണ്ട എന്നാണ് സുഹൃത്തെ ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിനോട് കടുത്ത അനീതിയാണ് ഗവൺമെൻറ് കാണിക്കുന്നത്. ഇവിടെ ഫേസ്ബുക്കിലും വാട്സപ്പിലുള്ള ആ വില അരിക്കൊരു കാലത്തുണ്ടായിട്ടില്ല. പക്ഷെ വില കൂടിയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട്, അരിക്കടകൾ തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ നിഷേധാത്മകമായ വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയുള്ള നിലപാടിൻ്റെ ബുദ്ധിമുട്ടാണ്. ഒരു കാലത്തും മലയാളിക്ക് തിന്നാനുള്ള അരി കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് നമ്മുടെ മറ്റു ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കിട്ടുന്ന വിദേശ നാണ്യത്തിന് പകരമായിട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് കൊണ്ടുവന്നത്. അത് തകർത്ത ആൾക്കാരാണ് ഇന്ന് ഈ ഗവൺമെന്റിനെതിരെ പ്രതിഷേധിക്കുന്നത്. സലീം കുരുവമ്പലം, അത് തകർത്ത അരിയുടെ വില ഫേസ്ബുക്കിലും വാട്സപ്പിലും മാത്രമാണോ എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ സുഹൃത്ത് ഇതിന് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിന് ഉത്തരം പ്രവാസി ക്ഷേമ വകുപ്പ്. അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അതിന് ഉത്തരം കിട്ടിയില്ല എന്ന് നാളെ ഇവിടെ പ്രചരിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണം, കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഗവൺമെൻറ് എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകൾക്കും അതിശക്തമായി പ്രതിഷേധിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. ആ പ്രസംഗത്തിൻ്റെ കോപ്പി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബ് അതിനെതിരെ പ്രതിഷേധിച്ച പ്രസംഗത്തിൻ്റെ കോപ്പി കൊണ്ടുവന്നാൽ എന്നെ ചോദ്യം ചോദിച്ച് പ്രിയപ്പെട്ട സുഹൃത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് വോട്ട് ചെയ്യുമോ എന്ന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കണം. ഒരു ചലഞ്ച് എന്നതിൽ ഞാൻ പറയാം. എന്ത് ഭക്ഷിക്കണമെന്ന് തീരുമാനിച്ച് ഫാസിസ്റ്റ് ഗവൺമെൻറ് തീരുമാനമെടുത്തപ്പോൾ എല്ലാ തെരുവോരങ്ങളിലും ബീഫ് വെച്ച് വിളമ്പി കഴിച്ചതല്ലാതെ അതിനെതിരെ ഒരക്ഷരം മിണ്ടാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് CPM. ഒരക്ഷരമിണ്ടാത്ത പാർലമെന്റിൽ ഇത് സംബന്ധിച്ചുള്ള പാർലമെന്റിൽ പ്രസംഗിച്ച എല്ലാ കാര്യങ്ങളും രേഖയാണ്. നിങ്ങൾ അതിനെ പ്രതിഷേധിച്ച ഒരു പ്രസംഗമുണ്ടെങ്കിൽ, ഒരു പ്രതിഷേധമുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു ചെയ്യാം, നിങ്ങൾ കൊണ്ടുപോവാ. അതേസമയം പ്രവാസികളുടെ വിഷയത്തിലും എല്ലാ വിഷയങ്ങളിലും ഞങ്ങളുടെ നേതാക്കന്മാർ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ കോപ്പി. അടുത്ത ചോദ്യം. ഇടതുപക്ഷത്തിൻ്റെ ബഷീറിനോടാണ് ചോദ്യം. ഇന്ത്യൻ ഫാസിസം
കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഒപ്പം കമ്മ്യൂണിസ്റ്റുകളില്ലാത്ത ഉത്തർപ്രദേശിലും ഗുജറാത്തിലും മുസ്ലിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും ഇല്ലാത്ത ഒഡീഷയിൽ ക്രിസ്ത്യാനികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഈ 3 സാധനമില്ലാത്ത ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും ഇല്ലാത്ത ഹരിയാനയിൽ പട്ടികജാതിക്കാരെയും ദളിത് വിഭാഗങ്ങളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഇത്തരമൊരു ആക്രമണം ഇന്ത്യൻ ഫാസിസം ഇന്ത്യ ഒട്ടാകെ നടത്തുന്ന സമയത്ത് ഫാസിസത്തെ എതിർക്കാൻ പരിമിതിയുണ്ട് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഒക്കെ ഇവിടെ മത്സരിക്കുന്നുണ്ട്. ആ ഫാസിസത്തെ എതിർക്കുന്ന വിഷയത്തിൽ നിങ്ങളുടെ മുന്നണിക്ക് പരിമിതികളുണ്ടോ എന്നാണ് അറിയേണ്ടത്. നമ്മുടെ മുന്നണിക്ക് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം CPM-ന് തനിച്ചോ ഇടതുപക്ഷത്തിന് കൂട്ടായിട്ടോ മാത്രം ഈ ഫാസിസം എന്ന് പറയുന്ന വിപത്തിനെ തടയാൻ കഴിയില്ല. ഈ ഫാസിസ്റ്റ് വർഗീയ ഫാസിസത്തെ എതിർക്കേണ്ടത് മതരാഷ്ട്രീയം കൊണ്ടല്ല, സാമുദായിക രാഷ്ട്രീയം കൊണ്ടല്ല, മതനിരപേക്ഷ രാഷ്ട്രീയം കൊണ്ടാണ്. ഒരു കാര്യം ഇപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് വ്യക്തമായില്ലേ, ആരാണ് ഇവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇര? വിചാരധാരയിൽ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്, ആദിവാസികളാണ്. അതിന് തടസ്സം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുള്ളടത്ത് ആദ്യം കമ്മ്യൂണിസ്റ്റുകളെ കൊള്ളുന്ന, ആ കമ്മ്യൂണിസ്റ്റുകൾ ഇല്ലാത്തടത്ത് നേരിട്ട് മുസൽമാനെയും ക്രിസ്ത്യനെയും കൊല്ലാൻ വേണ്ടി പോകുന്ന വിശാലമായ ഒരു സഖ്യം മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശാക്തീകരണത്തിലൂടെ അല്ലാതെ മതരാഷ്ട്രീയത്തിൻ്റെ, സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ, വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ശാക്തീകരണത്തിലൂടെ അതിനെ തടയാൻ കഴിയില്ല. ചോദ്യം ചോദിക്കൂ. സലീം സാഹിബിനോടാണ് ചോദിക്കാനുള്ളത്. ഫൈസൽ വധവും അതുപോലെ തന്നെ കാസർഗോഡ് റിയാസ് മൈൽ വധവും ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാവുന്നുണ്ടോ? ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത്, ഒരു സംശയവുമില്ല. ഫൈസൽ വധക്കേസിൽ ആദ്യം നിയോഗിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷൻ, ആ അന്വേഷണ കമ്മീഷൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട അവിടുത്തെ MLA അബ്ദുൾ റബ്ബ് സാർ നാഷണൽ ഹൈവേയിൽ കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 6:42 വരെ, ഞാൻ കൃത്യമായിട്ട് സമയം പറയുന്നത്, ആ 42 സമയത്താണ് ആ അന്വേഷണ കമ്മീഷനെ മാറ്റിവെച്ച് പുതിയ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നത്. അതിന് ശക്തമായ നിലപാട് സ്വീകരിച്ച് സമരം നടത്തി അതിനുശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യലെന്നുണ്ടായത്. അതുവരെ ലാഘവത്തോടുകൂടിയുള്ള ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. ഇപ്പോഴും മദ്യലഹരിയിൽ ഏതാനും ചെറുപ്പക്കാർ ചെയ്തിട്ടുള്ള ഒരു അപരാധമായിട്ടാണ് ആ കൊലപാതകത്തെ ഈ ഗവൺമെൻറ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും, ഒരു തർക്കവുമില്ല.